നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പാചകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ നല്ലൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്, ബട്ടർ കേക്ക്. ബട്ടറിന്റെ നല്ല ഫ്ലേവറുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വാരി ഇടുമ്പോൾ തന്നെ അരിഞ്ഞു പോകുന്ന നല്ലൊരു കേക്കാണിത്. ബേസിക് ആയിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് മൈദ, ബട്ടർ, പഞ്ചസാര, മുട്ട, കുറച്ച് തൈര്, പിന്നെ ലീവനിങ് ഏജന്റ് ആയിട്ട് ബേക്കിംഗ് പൗഡർ, പിന്നെ ഫ്ലേവർ കൊടുക്കാനായിട്ട് കുറച്ച് വാനില എസൻസ്. ഇത്തിരി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ചേരുവകളെല്ലാം എടുത്തു വെച്ച് കഴിയുമ്പോൾ നമുക്ക് കേക്കിനുള്ള ടിൻ തയ്യാറാക്കി വയ്ക്കാം. ഞാനിതിപ്പം 7 ഇഞ്ചിന്റെ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടിന്നോ അല്ലെങ്കിൽ 8 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്പുള്ള ടിന്നോ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്താവുന്നതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അധികമായിട്ടുള്ള പൊടി തട്ടിക്കളഞ്ഞിട്ട് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുകയാണ്. ഇവിടെ ഞാൻ 200 ഗ്രാം, അതായത് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. നമ്മുടെ കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. നമ്മുടെ ഈ കേക്കിലെ മെയിൻ ആയിട്ടുള്ള ഒരു ചേരുവയാണ് ബട്ടർ. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 225 ഗ്രാം ബട്ടർ ഉണ്ട്, അതായത് 1.25 കപ്പ് ബട്ടർ. ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയ ശേഷം വേണം നമ്മൾ കേക്കിലേക്ക് എടുക്കാൻ. ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് ലൂസായിട്ട് കിട്ടാനായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഇലക്ട്രിക് ബീറ്ററോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്കോ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 200 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 3/4 കപ്പ്, അതായത് ഒരു 10.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര അളന്നെടുത്ത ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് യോജിച്ച് നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കാണുന്ന ആ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇത് നല്ലൊരു വെള്ള കളറ് ആയി വരുന്ന അത്രയും നേരം നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഹാൻഡ് വിസ്ക് ആണെങ്കിൽ കുറച്ച് നേരം കൂടി ഒരു 10 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നല്ല ക്രീമി ആയിട്ട് അത് കിട്ടുള്ളൂ. പിന്നെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇത് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. വലിപ്പമുള്ള മുട്ട തന്നെ എടുക്കാം. മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിലിപ്പോൾ കാണുന്ന മുട്ടയുടെ അംശമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് യോജിക്കണം. മുട്ട ഒരൽപ്പം പോലും കാണാനുണ്ടാവരുത്. അത്രയും ഒരു 1.5 മിനിറ്റോളമൊക്കെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇനി അടുത്ത മുട്ട ചേർക്കാം. ഇനി മുട്ട ചേർക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പൊടിയുടെ മിക്സും ഇതും കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ യോജിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. OTGയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ചൂടോട്ടിയുള്ളൊരു പാത്രം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഒരു 3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ ബാറ്ററിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ബീറ്റർ ഉപയോഗിക്കുന്നത്.
ഇങ്ങനെ ഫാറ്റിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്താലും ഇതിൽ ഗ്ലൂട്ടൻ ഫോം ചെയ്തിട്ട് കേക്കിൻ്റെ മാർദ്ദവം കുറഞ്ഞു പോകുന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഓവറായിട്ട് നമ്മൾ കൂടുതൽ നേരം ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള കുറച്ച് പൊടിയും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ പൊടിയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ഒരു ചേരുവ കൂടിയുണ്ട്, തൈര്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ പാല് ചേർക്കുന്നവരുണ്ട്, പക്ഷെ തൈര് ചേർക്കുമ്പോഴാണ് ഈ കേക്കിന് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. അല്ലാണ്ട് പുളിയുള്ള തൈര് ചേർക്കരുത്. നന്നായിട്ട് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച ടിന്നിലേക്ക് ഇത് ബാറ്റർ ഒഴിക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകാനായിട്ട് തട്ടിക്കൊടുക്കുക. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ചിട്ട് മുകളിലും താഴെയും ചൂട് കിട്ടുന്ന രീതിയിലാണ് ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ 50 തൊട്ട് 55 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യേണ്ട സമയം. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഇതേ സമയം തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് തണുക്കാനായിട്ട് വയ്ക്കാം. കേക്ക് വെന്തോന്ന് അറിയാനായിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ആ നനവോ ബാറ്ററിൻ്റെ അംശമൊന്നും ഇതിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറാം. നമുക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇതിൻ്റെ റിട്ടേൺ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കോട് കൂടിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോ റെനീസ് കിച്ചൻ എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കേക്ക് അധികം പൊടിഞ്ഞു പോവില്ല. ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, നല്ല പഞ്ഞ് പോലുള്ള കേക്കാണ്. നല്ല ബട്ടറിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറുള്ള കേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ലൊരു കാപ്പിയുടെ കൂടിയോ ചായയുടെ ഒപ്പോ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ വീതമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതൊരു നന്ദി, നമസ്കാരം.